കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുത്തത്. അതായത് 12 മണിക്കൂർ ക്ലോക്കും 24 മണിക്കൂർ ക്ലോക്കും. നമ്മൾ സമയം പറയുക 12 മണിക്കൂർ ക്ലോക്കിലാണ്. ഈ റെയിൽവേ ടൈം, ഫ്ലൈറ്റിൻ്റെ ടൈം, ഷിപ്പിൻ്റെ ടൈം ഇതൊക്കെ 24 ഹവേഴ്സിലാണ് പറയുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 23 ഹവേഴ്സ്, 18 ഹവേഴ്സ് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ സമയം 24 ഹവറിലേക്ക് മാറ്റുന്നതും 24 ഹവേഴ്സിലെ സമയം നമ്മുടെ സമയത്തിലേക്ക് മാറ്റുന്നതും എങ്ങനെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ക്ലാസ് 2 ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടത്. അപ്പോൾ അതും കൂടി കണ്ടാൽ ക്ലിയർ ആവും. കൺവേർഷൻ ഓഫ് ടൈം, 12 hour clock to 24 hour clock and 24 hour clock to 12 hour clock. മലയാളത്തിൽ നമ്മൾ സമയമാറ്റം, കൺവേർഷൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സമയം മാറുന്നത് എങ്ങനെയെന്ന് പറയും. 12 മണിക്കൂർ ക്ലോക്ക്, 24 മണിക്കൂർ ക്ലോക്ക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദി 24 hour ക്ലോക്ക് ടൈം 3 AM. 3 AM എന്നാണ് തന്നത്. അതിനെ നമ്മളോട് 24 hour ക്ലോക്ക് ടൈമിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 12 hour ക്ലോക്ക്, 24 hour ക്ലോക്ക്. ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ 5 മണിക്ക് 4 മണിക്കൊന്നുമല്ല. പിന്നെ എപ്പോഴാണ്? അർദ്ധരാത്രി 12 മണിക്കാണ്. 12 മണിക്ക് 12 AM. അപ്പോൾ പുലർച്ചെ ആ സമയത്തിന് നമ്മൾ AM എന്നാണ് പറയുക. പകൽ ഉച്ച വരെയുള്ള സമയം AM. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ PM എന്ന് പറയുക. അപ്പോൾ ഈ 12 AM എന്ന് കണ്ടാൽ ഇതെപ്പോഴാണ്? പുലർച്ചെ ആണ്, അതായത് ഏർലി മോർണിംഗ്. 24 hour ക്ലോക്കിൽ ഈ പുലർച്ചെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 00 ഹവേഴ്സ്. ഇങ്ങനെയാണ് അവർക്ക് തുടങ്ങുക. നമ്മളിപ്പോൾ ഒരു നമ്പർ ഒക്കെ എണ്ണി തുടങ്ങുമ്പോൾ 0, 1, 2, 3 അങ്ങനെ പറയുന്ന പോലെ അവർക്ക് ആ 0 മുതൽ അങ്ങനെയാണ് തുടങ്ങുക. നമുക്ക് 12 AM. ഈ AM-ഉം PM-ഉം 12 hour ക്ലോക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുക. 24 hour ക്ലോക്കിൽ AM-ഉം PM-ഉം ഇല്ല, പകരം ഹവേഴ്സ്ന്നാണ്. എല്ലാ സമയത്തിൻ്റെ കൂടി ഹവേഴ്സ്ന്നാണ് വരിക. അപ്പോൾ നമ്മളത് രാവിലെയാണോ രാത്രിയാണോ വൈകുന്നേരമാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ സമയം മാത്രം നോക്കിയിട്ടാണ്. പക്ഷെ നമ്മുടെ സമയത്തിൽ നമുക്ക് സമയം മാത്രം നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ? 1 മാത്രം, 1 മണി. ഈ 1 മണി എന്ന് പറയുന്നത് ഏതൊരു മണിയാണ്? നമുക്ക് 2 മണിയുണ്ട്. അതായത് ഒന്ന് രാത്രി മീൻസ് ഏർലി മോർണിംഗ്, പുലർച്ചെ 1 മണി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 1 മണി. അപ്പോൾ 1 മണി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി ചേർക്കും? രാവിലെ ആണെങ്കിൽ 1 AM എന്ന് പറയും. ഉച്ചക്കാണെങ്കിലോ, ഉച്ചക്കുള്ള 1 മണിയാണെങ്കിൽ നമ്മൾ 1 PM എന്ന് പറയും. ഇങ്ങനെയാണ് പറയുക. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് മോർണിംഗ് 1 മണിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ സമയം തന്നെ വരിക. അതായത് രാത്രി 12 മുതൽ ഉച്ച 12 വരെയുള്ള നമ്മുടെ സമയം ഒരേപോലെ വരും. ഉച്ച 12 ഉച്ച 1 മണി വരെ. കാരണം 12:30, 12:45 എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരെ 1 മണി ഇങ്ങനെ 1 ഹവേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഏർലി മോർണിംഗ് ആണ്. ഇനി നമ്മുടെ ഉച്ചക്ക് 1 മണി, ഇത് ഇവർക്ക് എത്ര ആയിരിക്കും? 12 മണി കഴിഞ്ഞിട്ടാണ് 1 മണി വരെ അല്ലേ? അപ്പോൾ ഇവർക്ക് 12 മണി കഴിഞ്ഞിട്ട് പിന്നെ 1 എന്നല്ല വരെ, പിന്നെ എന്താ വരിക? 13 എന്നാണ് വരിക. അതായത് ഇത് 24 hour ക്ലോക്കാണ്. അപ്പോൾ ഇതിൽ 12, 13, 14, 15 ഒക്കെ വരണം. അപ്പോൾ ഇവരെ സമയം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സമയത്തിൻ്റെ കൂടെ ഒരു 12നെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 12ൻ്റെ കൂടെ നമ്മുടെ സമയത്തിനെ ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ ചെയ്താലും ഒരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ സമയം 1, അതിൻ്റെ കൂടെ 12നെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 13. ഇനി 12ൻ്റെ കൂടെ നമ്മുടെ സമയത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് തിരിഞ്ഞാലും നമുക്ക് ഒരേ ഉത്തരം തന്നെ കിട്ടുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമയം ഉച്ചയ്ക്ക് ശേഷമുള്ള ഏത് സമയവും നമുക്ക് 24 hour ക്ലോക്കിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ കൂടെ ഒരു 12നെ ആഡ് ചെയ്ത് കൊടുക്കുക, 12നെ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ 1 മണി എന്നുള്ളത് ഇവിടെ എത്രയായി? 13 ഹവേഴ്സ് എന്നായി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എങ്ങനെ എഴുതാം? റൈറ്റ് ദി 24 hour ക്ലോക്ക് ടൈം 3 AM. AM ആണ്. നമ്മൾ AM-ഉം PM-ഉം നോക്കിയിട്ടാണ് ഈ സമയങ്ങൾ എഴുതട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം 3 AM. ഈ 3 AM-നെ 24 hour ക്ലോക്കിലേക്ക് മാറ്റാനാണ് പറയുന്നത്. AM ആണ്. AM നമുക്കും അവർക്കും ഒരേ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 AM ആണെങ്കിൽ ഇതിൻ്റെ ഉത്തരം 3 ഹവേഴ്സ് എന്നാണ് വരിക. അവർക്ക്
24 hour ക്ലോക്കിൽ 3 hours എന്നാണ് വരിക. അപ്പോൾ ഇതാണ് ആൻസർ. 3 തന്നെ, മാറ്റമൊന്നുമില്ല. AM എന്ന് മാറി ഹവേഴ്സ് എന്നായി. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ 12 hour ക്ലോക്ക് ടൈം 15 hours. ക്വസ്റ്റ്യൻ 15 hours എന്നാണ് തന്നത്. അപ്പോൾ ഇതിന് എന്താക്കിയിട്ട് എഴുതണം? 12 hour ക്ലോക്ക് ടൈം ആക്കിയിട്ട് എഴുതണം. 15 ആണ്. അപ്പോൾ ഇത് ശരിക്ക് 12 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ് അല്ലേ? 12 കഴിയുമ്പോഴാണ് 13, 14, 15, അതായത് ഉച്ചയ്ക്ക് ശേഷം, ആഫ്റ്റർനൂൺ. 12 മണി കഴിഞ്ഞ് 15, നമുക്ക് 15 hours എന്നാണ് തന്നത്. 12 മണി കഴിഞ്ഞ് എത്ര മണിക്കൂറും കൂടി കഴിഞ്ഞു? 3 മണിക്കൂറും കൂടി കഴിഞ്ഞു. അപ്പം നമ്മുടെ സമയം എത്രയാണ്? 3. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 12നോട് നമ്മുടെ സമയം കൂട്ടുകയെന്ന്. അപ്പോൾ 12നോട് 3 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 15. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 3 AM ആണോ PM ആണോ? PM. 12ൽ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ സമയത്തിൻ്റെ കൂടെ PM ആണ് വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 15ൽ നിന്ന് 12നെ കുറക്കുക. 12ൽ കൂടുതൽ ഉള്ള നമ്പർ കണ്ടു കഴിഞ്ഞാൽ ആ നമ്പറിന് 12നെ കുറച്ചാൽ ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരമായിരിക്കും നമ്മുടെ സമയം. നമ്മുടെ സമയം നമ്മൾ 24 hour ക്ലോക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ 12നെ കൂട്ടി കൊടുത്തു. ഇനി ഇവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 12നെ കുറച്ച് കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 16 hours തന്ന് ഇതിന് നമ്മളെ സമയത്തേക്ക് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ 16 - 12 ചെയ്യുക. അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ നമ്മളെ സമയം എന്താ? 4 PM എന്നാണ്. ഓക്കെ, ഇനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്. 13, 25 hours, അതായത് 13 ഹവേഴ്സും 25 മിനിറ്റ്സും. ഇതിപ്പോൾ ഏതാ? 24 hour ക്ലോക്ക് ടൈമാണ് തന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ നമ്മളെ സമയത്തിലേക്ക് മാറ്റണം, 12 hour ക്ലോക്കിലേക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12നെ കുറച്ച് കൊടുക്കുക. 12ന് നമ്മൾ എവിടുന്നാണ് കുറക്കുക? 25 എന്നാണോ 13 എന്നാണോ കുറക്കുക? ഇവിടെ നിങ്ങൾ തെറ്റിക്കും. സാധാരണ നമ്മൾ കുറക്കൽ ഇങ്ങനെ കുറക്കണം എന്നിട്ട് ഇവിടെ നിന്നല്ലേ കുറക്കുക. അപ്പോൾ ഇതിൽ അങ്ങനെയല്ല കുറക്കുക. ഈ മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറിനെ കുറക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ 13ൽ നിന്ന് 12 മണിക്കൂറിന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 25 മിനിറ്റ് അതേപോലെ തന്നെ. അപ്പോൾ 125. ഇത് 12ൽ കൂടുതലില്ലേ ഈ സമയം? നമ്മൾ 12നെ കുറച്ചിക്കല്ലേ. അപ്പം അങ്ങനെ വരുമ്പം ഇവിടെ PM എന്നാണ് വരിക. ഇനി 17, 20 hours, ഇതും 12ൽ കൂടുതലുണ്ട്. അപ്പോൾ ഉത്തരത്തിൻ്റെ കൂടെ PM എന്ന് വരും. 17ൽ നിന്ന് 12നെ കുറച്ചാൽ നമുക്ക് 5:20 മാറ്റമൊന്നുമില്ല. 5:20 PM. നമ്മൾ ഈ 12 മണിക്കൂറിനെ കുറക്കണം. മണിക്കൂറിനെ കുറക്കുന്നത് കൊണ്ട് തന്നെ മണിക്കൂറിൽ നിന്നാണ് ഇതിനെ കുറക്കുക. ഇവിടെ 13ൽ നിന്ന് കുറക്കുക, ഇവിടെ 17ൽ നിന്ന് കുറക്കുക. അല്ലാതെ നിങ്ങൾ മിനിറ്റിൽ പോയിട്ട് മണിക്കൂറിനെ കുറക്കാൻ പാടില്ല. ഓക്കെ, അതാണ് നിങ്ങൾ തെറ്റിക്കണ ഒരു കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8:55 PM. ഇത് നമ്മളെ സമയം, കാരണം PM ഉണ്ട്. 8:55. ഇതിനെ നമ്മൾ 24 hour ക്ലോക്കിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 8ൻ്റെ കൂടെ 12നെ ആഡ് ചെയ്യുക. 8 + 12 20. മിനിറ്റ് അതേപോലെ തന്നെ. ചില സമയത്ത് നമുക്ക് മിനിറ്റ് തരും. അത് ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും, മിനിറ്റ് കൂട്ടാനോ കുറക്കാനൊക്കെ. ആ സമയത്ത് നിങ്ങൾ ആ മിനിറ്റിനെ മണിക്കൂറിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ചെയ്യരുത്, മിനിറ്റിൻ്റെ കൂടെ തന്നെ ചെയ്യണം. അപ്പോൾ ചോദ്യം നല്ലോണം വായിക്കുക, മിനിറ്റാണോ മണിക്കൂറാണോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ മാറ്റാൻ വന്നാൽ എപ്പോഴും നിങ്ങൾക്ക് 12 കൂട്ടാൻ 12 കുറക്കാൻ അങ്ങനെ വരുള്ളൂ. അപ്പോൾ അതെപ്പോഴും നിങ്ങൾ മണിക്കൂറിന് മാത്രം കൂട്ടുക കുറക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് 20:55 ഹവേഴ്സ്. ഇവിടെ PM-ഉം AM-ഉം ഇല്ല. 24 hours PM-ഉം AM-ഉം ഇല്ല, ഹവേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സമയം തന്നത് 2:25 AM. AM എന്ന് കാണുമ്പോൾ നമ്മുടെ സമയം, അതായത് 12 hour ക്ലോക്ക്. ഇതിനെ 24 hour ക്ലോക്കിലേക്ക് മാറ്റണം. അപ്പോൾ ഈ AM-ൽ നമ്മളെ സമയം അവരെ സമയം ഒരേ സമയമായിരിക്കും. അപ്പോൾ 2:25 AM എന്ന് മാറ്റിയിട്ട് അവിടെ ഹവേഴ്സ് ആക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. PM വരുമ്പോഴാണ് വലിയ നമ്പർ വരിക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരി.